ഹായ് ഗേസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് 24-ാം തീയതിയാണ് കേട്ടോ. അപ്പം 24-ാം തീയതി എന്ന് പറയുമ്പോൾ അറിയാലോ, ക്രിസ്മസ് 25-ാം തീയതി, അതായത് നാളെ. ഇന്ന് രാത്രി നമ്മൾ പള്ളിയിൽ പോകും. അപ്പോൾ 25-ന് മുന്നോടിയായിട്ടുള്ള തലേദിവസത്തെ നമ്മൾ ഉള്ള പരിപാടികൾ, ഇറച്ചി വാങ്ങുക, ഇറച്ചി കറി വെക്കുക, അങ്ങനെ 24-ാം തീയതി നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക, അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇന്നലെ ഒരു ചെറിയൊരു ഷോർട്ട് റൺ ആയിട്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാകുമ്പോൾ വൈകിട്ട് പോയിട്ട് തിരിച്ചുകൊണ്ട് വെച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ പയ്യന്നൂർ പോകുന്നുണ്ട്. റാഷിക്കാരുടെ വീട്ടിൽ ചെറിയ ഇച്ചിരി പണികളുണ്ട്, അതെടുക്കാനായിട്ട് പോകണം. പുള്ളി സൗദിയിൽ നിന്നും ഇന്നെത്തും, ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഷൻ പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെല്ലാം പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാളെ 25-ാം തീയതി ക്രിസ്മസ് നാളെ കഴിഞ്ഞ് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 26-ാം തീയതി പയ്യന്നൂർ പോയി അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ പോയിന്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതാ ഈ കാണുന്നതാണ് കേട്ടോ വ്യൂ. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന വ്യൂ പോയിന്റ്. അവിടെ ആയിട്ട് കൊട്ടത്തലച്ചി മലയാണ് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, ആ ഒരു മലകൾ കാരണം. അതാണ് ഏറ്റവും കൊട്ടത്തലച്ചി മല എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ പോയിന്റ്. ഒരുപാട് പേര് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഇവിടെ നിന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു, ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. മമ്മി ഇറച്ചി നുറുക്കുന്നുണ്ട്. ബീഫും മീനൊക്കെ നമ്മൾ തലപ്പുറമീന്ന് നിന്ന് വാങ്ങി. പോട്ടിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ബീഫ് വാങ്ങിച്ചു, 2 കിലോ ബീഫ് വാങ്ങിച്ചു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പപ്പയും മമ്മിയേ ഉള്ളൂ. നേരത്തെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി മെറ്റേണിറ്റി ലീവിന് വന്നാൽ ചേച്ചി മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് ഹസ്ബൻഡ് അങ്ങോട്ട് പോയി. ഇത് പിന്നെ ഞങ്ങൾ ഒരു കിലോ ജസ്റ്റ് 1 കിലോ പോട്ടി, നല്ല അടിപൊളി പോട്ടി. ഇത് ഓൾറെഡി അവർ ക്ലീൻ ചെയ്തതാണെന്നാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം ക്ലീൻ ചെയ്തതല്ലേ മമ്മി ഇത്? അതിന് നമ്മളും ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റാക്കിയാൽ മതി. ഇപ്പോൾ പോട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇറച്ചി ഇതാ നുറുക്കിക്കൊണ്ടിരിക്കുന്നു. മമ്മി രാവിലെ എണീറ്റ് നുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് ബാക്കി നുറുക്കും. പിന്നെ അപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് എത്ര മണിക്കാണ്? നമുക്ക് വൈകിട്ട് 8:30-ക്കല്ലേ? 8:30-ക്ക് മുമ്പ് തന്നെ നമുക്ക് ഈ കറി കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ മമ്മി. ഇതാണ് ഞങ്ങളുടെ ചെറിയ കിച്ചൺ. അപ്പം നമ്മളിതാ നമ്മുടെ ഇറച്ചി നുറുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. മമ്മി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഞാൻ നോക്കുന്നു. മമ്മി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ചെയ്യുന്നു. നമ്മൾ ഈ ഇറച്ചി വാങ്ങിച്ചത് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ, തളിപ്പറമ്പ് മാർക്കറ്റിൽ നിന്നാണ്. നമ്മൾ ഇന്നലെ കോട്ടയം പോയിട്ട് വരുമ്പോൾ തളിപ്പറമ്പ് മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് മീൻ വാങ്ങിച്ചു. രാവിലെ നല്ല അടിപൊളി ഫ്രഷ് മീൻ. എപ്പോൾ തളിപ്പറമ്പ് പോയാലും ഞങ്ങൾ ആ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങാറുണ്ട്. ഇറച്ചി അവിടെ വാങ്ങുന്നത് ആദ്യം കാണും. നോക്കുമ്പോൾ നല്ല അടിപൊളി ഇറച്ചി കിടപ്പുണ്ടാകും. വേറൊന്നും നോക്കണില്ല, നേരെ തന്നെ അവിടെ വാങ്ങിച്ചു. അല്ലെങ്കിൽ സാധാരണ രീതിക്കാണെങ്കിൽ ഇന്ന് 24-ാം തീയതി ഇന്ന് രാവിലെ ചെറുപുഴ എവിടെയെങ്കിലും പോയിട്ടാണ് സാധാരണ ഇറച്ചി വാങ്ങാറ്. അപ്പം പിന്നെ വാങ്ങിക്കേണ്ട ഒന്നുമില്ല. ഇപ്പോൾ ചിക്കൻ വാങ്ങണം. ഞാനും മമ്മിയും പപ്പയും ഞങ്ങൾ 3 പേരേ ഉള്ളത്. വേറാരുമില്ല. ഞങ്ങൾ വാങ്ങിച്ച മീന് കേതല് നമ്മുടെ മുറിപ്പീസായിട്ട് കിട്ടുമല്ലോ. കേതല് വാങ്ങിച്ച് അവർ തന്നെ മുറിച്ച് കട്ട് ചെയ്ത് തന്നു. കേതല് വാങ്ങിച്ചു. പിന്നെ തിലോപ്പി അത് തിലോപ്പി വാങ്ങിച്ചു. പോട്ടി നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. പോട്ടി അവർ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്. നമ്മൾ ചൂടുവെള്ളത്തിട്ട് ഒന്നുകൂടെ അത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ ഇന്നിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന പോട്ടി സെറ്റാക്കണം. ബീഫ് കറി വെക്കണം. പിന്നെ ബീഫ് കറിയല്ലേ മമ്മി? കുറച്ച് പറ്റിക്കാൻ വെക്കാം, ബാക്കി കറി വെക്കാം. ഇങ്ങനെ നമ്മുടെ ബീഫ് നോക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നമ്മുടെ പോട്ടി നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. പോട്ടി നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകുന്നത്. ഓൾറെഡി അവർ നല്ല ക്ലീൻ ആക്കി തന്നത് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്താൽ മതി. ഇതാണ് നമ്മുടെ പോട്ടി. പോട്ടി നല്ല സവോളയും കുരുമുളക് ഇട്ട് ഫ്രൈ തന്നെ ചെയ്യണം. എന്നിട്ട് അങ്ങ് എടുക്കണം. പോട്ടി
ഉണ്ടോ? വളരെ നല്ല ക്ലീൻ ആട്ടോ, വലിയ കുഴപ്പമില്ല. ഇതാണ് യഥാർത്ഥ ബോട്ടിയുടെ രൂപം. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് ഞാൻ ടൈം ലാപ്സ് കിട്ടാം. വെറുതെ ബോർഡിക്കണം. ഓക്കെ. ഫൈനലി ഇതാ നമ്മുടെ പോട്ടിയും നല്ല ബീഫും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കറി വെക്കാം കേട്ടോ. പോട്ടി നല്ല കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ബീഫ് നമ്മൾ കുറച്ച് നമ്മൾ കറി വെക്കും, കുറച്ച് നമ്മൾ ഫ്രൈക്കായിട്ട് മാറ്റി വെക്കും. അപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ഞാൻ മെല്ലെ കാണിച്ചു തരാം, കുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇറച്ചിക്കൊക്കെ വേണ്ടിയുള്ള സവോള നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് അരച്ചത്, പിന്നെ ഇഞ്ചി അരച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് സവോള. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിടാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നമ്മൾ വേവിക്കാൻ വേണ്ടി പോവാണ്. മമ്മി ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെ ഇട്ടു ഇതിനകത്ത്? കുക്കറിനകത്ത് ആദ്യമായിട്ട് വേവിക്കുന്ന കുക്കറിനകത്ത് മമ്മി ആദ്യം കുറച്ച് സവോളയും പിന്നെ കുറച്ച് മുളക് പൊടിയും 2-3 പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കുറച്ച് ഗരം മസാലയും ഉപ്പും കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിനകത്ത് മമ്മി 1-2 വിസിലടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കും. അത് മാറ്റിയിട്ട് വീണ്ടും വേറെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അപ്പം ഇപ്പൊ നമ്മള് കുക്കറിൽ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മസാല കാര്യങ്ങളെല്ലാം വീണ്ടും ഉപയോഗിച്ച് നമ്മളൊരു നല്ലൊരു തേങ്ങാ കൊത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും രണ്ടാമത് നമ്മൾ കുക്ക് ചെയ്യും. അപ്പം നമ്മളിതാ നമ്മുടെ പോട്ടി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ പോവുകയാണ്. ഇതാണ് നമ്മുടെ പോട്ടി. എന്തൊക്കെയാണ് ഇടുന്നത്? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഓക്കെ, ഗരം മസാല. അപ്പം കുരുമുളക് ഇതിനകത്ത് മെയിൻ സാധനം അല്ലേ, പോട്ടി ഉണ്ടാക്കും അല്ലേ. നല്ല കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്ത് ഒരു എരിവ് മുമ്പിൽ നിൽക്കണം ശരിക്കും പറഞ്ഞാൽ. നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇടാം, മീറ്റ് മസാല അല്ലേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അരച്ചത്, മുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് സവാള, പിന്നെ നമ്മുടെ ഉപ്പും.
നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വയ്ക്കുമേ. അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ വെള്ളം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടുപ്പേക്ക് ഒരു എത്ര അടി അടിക്കണം? ഇതേ പറഞ്ഞ നല്ല വേവുണ്ട്. രണ്ടാമത് വീണ്ടും ഓക്കെ ഉലർത്തി എടുക്കും അല്ലേ? ഓക്കെ, ഇത് അത്യാവശ്യം എത്ര അടി അടിക്കണം കുക്കറിൽ? കൂട്ടിയായതുകൊണ്ട് കൂടുതൽ വേണം അല്ലേ? ഓക്കെ ഓക്കെ. ഇതാ ഓൺ ദ വേ നമ്മുടെ ബീഫ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഹാഫ് വെന്തെന്ന് തോന്നുന്നല്ലേ മമ്മി? ചട്ടിയിലിട്ട് ഇതാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ പോട്ടി ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ബീഫ് ബാക്കി ഉണ്ടാക്കുമല്ലേ മമ്മി? ചട്ടിയിലിട്ട് രണ്ടാമതാക്കുമെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ 2 മിനിറ്റ് കുക്കറിൽ അടിച്ചായിരുന്നു. ഇനി രണ്ടാമത് നമ്മൾ ചട്ടിയിൽ നമ്മൾ കറിയാക്കാം. അതേ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് സവോള വഴറ്റിയിട്ട് തേങ്ങ കുത്തും. ഓക്കെ, മല്ലിപ്പൊടിയാണ്, ഇറച്ചി മസാലപ്പൊടി അല്ലേ? ഗരം മസാല അല്ലേ മേട്ടെ? കുരുമുളക് പൊടി. ഓക്കെ, നന്നായിട്ട് അങ്ങ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. അങ്ങോട്ട് ഉപ്പിട്ടോമേ? ഇത് കുറച്ച് മതിയാവും അല്ലേ? അപ്പം നമ്മളിത് മുമ്പ് വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് നമ്മളിപ്പോൾ ഇടുക. ഇതിപ്പോൾ ഓൾറെഡി ഒരു ഹാഫ് മുക്കാലോളം വെന്തതാണ് കേട്ടോ ഈ ഒരു ബീഫ്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ഈ ബീഫ് വേവിച്ച് കറിയാക്കാൻ നിന്നാൽ ഭയങ്കര താമസം എടുക്കും അല്ലേ മമ്മി? ചട്ടിയിലാണ് ശരിക്കും വേവിച്ചെടുക്കണ്ട രുചി. ഇപ്പോഴത്തെ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയല്ലേ. അപ്പം എനിക്ക് ചട്ടിയിൽ ഇങ്ങനെ വെക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അല്ല, ഇതാ എളുപ്പവും ഇത് തന്നെ. മറ്റേ എത്ര നേരം വെക്കണം? കുക്കറി വേവിച്ചിട്ട് ചട്ടിയിലിട്ട്. അതെ അതെ. അങ്ങനെ നമ്മുടെ ബീഫ് കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ വെള്ളം ഒഴിക്കണം. നമ്മുടെ പോട്ടി അവിടെ നമ്മുടെ പോട്ടി വെന്തിരിപ്പുണ്ട്. അതും ഇനി ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല സവോള ഇതേപോലെ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറിയും പോട്ടി ഫ്രൈയും സെറ്റാണ്. വേറെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് വേറെ വളർത്താൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇത് വെന്തിരിക്കുക കണ്ടോ. ഇനി പറ്റിച്ചെടുക്കണം വേറെ ചട്ടിയിട്ട്. ബീഫ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. സെറ്റാ. ആ മസാലയൊക്കെ മുമ്പിൽ നിൽപ്പുണ്ട്. എരിവ് ഓക്കെ. സത്യം പറയണത് ഈ മമ്മിയ വെച്ച നല്ലതല്ലേ? ഞാൻ ഒരാൾക്ക് മോശം പറയാറില്ല. എരിവ് ഇച്ചിരി മുമ്പിൽ നിൽപ്പുണ്ട്. എരിവ് അല്ല, എരിവ് വേണം. അത് വേറെ കാര്യം. എരിവ് വേണം. ഉപ്പ് ഓക്കെ, ഉപ്പും കറക്റ്റാണ്. നല്ല എരിവായിട്ട് നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി.
പറഞ്ഞിട്ട് ചാറ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് തിളച്ച വെള്ളം, ചൂടുവെള്ളം അല്ലേ? നമ്മൾ വേവിച്ച കറിയിലോട്ട് കൊണ്ടുപോയിട്ട് പച്ചവെള്ളം ഒഴിക്കരുത്. ചാറ് കുറവാന്ന് കണ്ടാൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണം അല്ലേ? നമുക്ക് ഇച്ചിരി ചാറൂടെ വേണം തോന്നുവാണേൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഓക്കെ. 2 മിനിറ്റ് അടച്ചേച്ച് നമ്മൾ പിന്നെ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെക്കണം, എന്നാലേ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുള്ളൂ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇരുന്നിട്ട് അത് എടുക്കണം അടപ്പ്. എന്നിട്ട് പിന്നെ ഒരു 6-7 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് നമ്മൾ ചട്ടി തുറന്ന് വെക്കണം. അന്നേരം എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും. ഇതപ്പം നമ്മുടെ പോട്ടിയല്ലേ അമ്മേ? നമ്മുടെ പോട്ടി ആദ്യം വേവിച്ച് വെച്ചേക്കുന്ന പോട്ടി. ഇതാ നമ്മളിപ്പം അത് നല്ല എണ്ണയിൽ നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഉലർത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കടുകിട്ടു, കറിവേപ്പില ഇട്ടു, തേങ്ങക്കൊത്ത് വന്ന് ഇച്ചിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവോള ഇടാം അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി മുളകിട്ടു, വെളുത്തുള്ളി ഇറക്കി വിട്ടു, ഇഞ്ചി ഇറക്കി വിട്ടു, തേങ്ങക്കൊത്ത് 1-2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം വേണ്ടിയിട്ടാണ് ആദ്യം ഇതെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചപ്പം, എന്നാലും കുറച്ച് എക്സ്ട്രാ വേറെ ചേർക്കുന്നതാണ്. ആദ്യം ഇട്ടുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കും. മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി നമുക്ക് ഇതിന് കുറച്ച് കൂടുതൽ വേണം, ഇച്ചിരി കൂടുതൽ വേണം. കുറച്ച് ഗരം മസാല നമുക്ക് ഒഴിക്കാം. കുറച്ച് ഗരം മസാല നമുക്കിടാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. എല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മൾ വെന്തിച്ച് വെച്ച സാധനമാണ്. ഇനി അത് ഇട്ടു. നമ്മുടെ വേവിച്ച് വെച്ച് നമ്മൾ പോട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തങ്ങെടുക്കണം. ഇനി നന്നായിട്ട് ഫ്രൈ ആക്കിയിടണം, നല്ല പറ്റിച്ചങ്ങെടുക്കണം. ലാസ്റ്റ് എടുക്കുമ്പോൾ ഒഴിച്ചിട്ട് എടുക്കണം. ഇരിക്കട്ടെ. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇന്ന് 25th ആണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി എല്ലാ ഡിഷും നമ്മൾ വെച്ചായിരുന്നു. നമ്മുടെ ബീഫ് ഫ്രൈ, പോട്ടി ഫ്രൈ, പിന്നെ ബീഫ് കറി, പിന്നെ ഇന്നിപ്പോൾ മോർണിംഗ് എണീറ്റ് നമ്മൾ വഴുതനങ്ങ തോരൻ വെച്ചു. അപ്പോൾ സോ ഫൈനലി ഗൈസ്, നമ്മൾ ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ 25-ാം തീയതിയാണ്. ഇന്നലെ 8:30 പള്ളിയിൽ ഒരു 10 മണിയായപ്പോൾ കഴിഞ്ഞു. പോയി വന്ന് കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ഉച്ചയായി കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ച ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പോട്ടി ഫ്രൈ, നമ്മുടെ ബീഫ് ഫ്രൈ, നമ്മുടെ ബീഫ് കറി, ഇത് ചെമ്മീൻ പൊടിച്ചത്, ഇത് നെല്ലിക്കാച്ചാറ്, ഇത് വഴുതനങ്ങ തോരൻ. അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ. ആൻഡ് വൺ മോർ സ്പെഷ്യൽ ഈസ് ദാറ്റ് ദിസ് വൺ. അപ്പം എല്ലാവർക്കും കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. മേരി ക്രിസ്മസ് ടു എവരി വൺ ആൻഡ് എൻജോയ് ഇറ്റ് ഗൈസ്. ആൻഡ് നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. പുതിയ റൈഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ആൻഡ് we will be back soon with a new ride video. Until it's me, Printo. Bye bye.